എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ടോ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് മൊത്തം തിരക്കാണ്. അപ്പോൾ ഞാൻ ഇപ്പം ലാംഗ്വേജൊക്കെ പഠിക്കാൻ പോവുകയാണ്. മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെ നോക്കിയിരിക്കലൊക്കെ ആയിരുന്നു പരിപാടി. സമയമില്ലാത്തൊരു സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോൻ്റെ മെയിൻ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് വരുന്നൊരു എൻക്വയറി ആണ്. എന്താ പറയുക, ഫിൻലൻഡിലേക്ക് വരാനുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസി ഏതാണെന്നുള്ളതും ഫിൻലൻഡിലേക്കുള്ള പ്രോസസ്സിങ് എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഇവിടെ വരാൻ പറ്റുക, നേഴ്സസിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താ, റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടക്കണുണ്ടോ, ഇതൊക്കെ എല്ലാവരും എൻക്വയറി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നവരോടൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കിപ്പം ഇത് മെസ്സേജ് ഇട്ടിട്ട് ഞാനും പറഞ്ഞു മടുത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോൻ്റെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഞാനപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു നിലവിലൊരു സാഹചര്യം, നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയാണോ ഞാനിന്ന് പറയണത്. അപ്പോൾ നിലവിലൊരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നേഴ്സസിന് ആവശ്യമുണ്ട്, പക്ഷേ റിക്രൂട്ട്മെൻറ്റ് കാര്യമായിട്ട് നടക്കണില്ല. അപ്പോൾ ഒരു 2026 ആകുമ്പോഴത്തേക്കും ഒരു 13,500 നേഴ്സുമാരൊക്കെ ഇവിടെ വേണം, റിക്രൂട്ട് ചെയ്ത് വേണം. പക്ഷേ റിക്രൂട്ട്മെൻ്റ് ഒന്നും കാര്യമായിട്ട് നടക്കണില്ല. 2030 ആകുമ്പോഴത്തേക്കും ഒരു 30,000 നേഴ്സുമാരെങ്കിലും ഏകദേശം വേണമെന്നാണ് ഇവരുടെ ഒരു കണക്കനുസരിച്ച് ഇവർ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നേഴ്സസിനെ എടുക്കുന്നത് വളരെയധികം, ഇൻ്റർനാഷണൽ നേഴ്സസിനെ എടുക്കുന്നത് വളരെയധികം കുറച്ചൊക്കെയാണ്. ഇവിടെയുള്ള ആൾക്കാരെ വെച്ച് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ നേഴ്സിംഗിൻ്റെ ഒരു ആവശ്യകത, നേഴ്സുമാരെ വേണ്ടതിൻ്റെ ഒരു ആവശ്യകത. പിന്നെ ഒരുപാട് മുനിസിപ്പാലിറ്റികളിൽ റിക്രൂട്ട്മെൻറ്റ് ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നോർത്ത് സൈഡിലാണ്, ഞാനൊരു സിറ്റിയുടെ അണ്ടറിലാണ് ഒരു കെയർ ഹോമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് ആ ഒരു നോർത്ത് സൈഡ് കംപ്ലീറ്റ് ഒറ്റ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിലായിരിക്കും. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ആളെ എടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ ഒറ്റ ഒരു പാനലായിരിക്കും തീരുമാനിക്കുന്നത്. അതിന് മുന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല സിറ്റികൾ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നേഴ്സസിന് എടുക്കുന്നത്. ചിലർ ഹോൾഡ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഉള്ളവരെ തന്നെ അവർ പറഞ്ഞു വിടാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ നിലവിലുള്ളൊരു സിറ്റുവേഷൻ. കാരണം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട്. സാമ്പത്തികം കണ്ടെത്താനും ഉള്ള ജോലിയിൽ നിന്നും ആൾക്കാരെ പിരിച്ചു വിട്ടുകൊണ്ടാണ് പൈസ കണ്ടെത്താനായിട്ടുള്ള തീരുമാനം. ഇവർക്ക് ഒരുപാട് ഇപ്പം കാശിൻ്റെ ഒക്കെ ആവശ്യങ്ങളും ഈ കൺട്രിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല എന്താ പറയുക, പല ആനുകൂല്യങ്ങളും പല ജോലി സ്ഥലങ്ങളിലുള്ള ജോലികളും ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഇവർ ഈ സാമ്പത്തിക സ്ഥിതി അവർ മെച്ചപ്പെടുത്താനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി. ഞാൻ വന്നൊരു ഏജൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സസ് ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ്. അപ്പം അവർ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു. പക്ഷെ അവരിലൂടെ കുറേ പേര് സെലക്ട് ആയേക്കണവർക്കൊന്നും പകുതിയോളം പേർക്ക് വരാനും പറ്റിയില്ല. പിന്നെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്ത മറ്റൊരു ഏജൻസിയാണ് സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു ഏജൻസി. അവരും ഇതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഫാമിലേക്ക് ഒരുപാട് കെയർ ഹോമുകളിലേക്ക് ആൾക്കാരെ നേഴ്സസിനെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ നേഴ്സസ് കൊണ്ടുവന്നെങ്കിലും റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആകാനായിട്ട് എടുത്തവരെ മുഴുവനും അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു. അപ്പം പിന്നെ അവർ പൈസയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ആരുടെയൊന്നും. അത് പെട്ടെന്ന് കുറേ പേർക്ക് വരാനൊക്കെ പറ്റി, പ്രൈവറ്റ് സെക്ടറിലേക്ക് വരാനൊക്കെ ആയിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ബെറോണാസോട്ടോ എന്ന് പറഞ്ഞൊരു കമ്പനി, റിക്രൂട്ടിംഗ് കമ്പനി, അത് ഇവിടുത്തെ ഒരു വലിയൊരു കമ്പനിയാണ്. അപ്പോൾ അവരും നേഴ്സസിനെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു ഭൂരിഭാഗം പേർക്കും അവർ വഴി വരാൻ പറ്റിയായിരുന്നു. പിന്നെ കുറച്ച് പേർക്കൊന്നും എക്സാമിൻ്റെയും എന്താ പറയുക ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവാത്തതിൻ്റെ ഒക്കെ പേരിൽ വരാനൊക്കെ പറ്റിയില്ലായിരുന്നു അന്നേരം. പിന്നെ വന്നവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2022 നമുക്ക് ഒത്തിരി നേഴ്സസിനെ വേണമായിരുന്നു. ഇവിടെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2025 ആയപ്പോഴത്തേക്കും നമുക്കറിയാലോ, യുദ്ധവും എന്താ പറയുക സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം യൂറോപ്പിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ബേസിൽ തന്നെ ഒരുപാട് പേർക്കടെ ജോലി നഷ്ടപ്പെടാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന നേഴ്സസിനെ ഇവർ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന നേഴ്സസിന് തന്നെ കോൺട്രാക്റ്റൊക്കെ പുതുക്കി കൊടുക്കാനായിട്ട് പറ്റണില്ല. അതുപോലെ തന്നെ കൊണ്ടുവന്ന നേഴ്സസിന് കോൺട്രാക്റ്റ് കൊടുക്കുന്നത് പെർമനൻ്റ് ആയിട്ട് ചിലവർക്കൊക്കെ കിട്ടി, അങ്ങനെ കുറേ പേർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാരണം കോൺട്രാക്റ്റ് ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ 2 മാസം അങ്ങനെ കുറച്ച് ചെറിയ കോൺട്രാക്റ്റുകളായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്.
അപ്പോൾ അവരോടൊക്കെ പറയണമെന്ന് വെച്ചാൽ വേറെ സ്ഥലത്ത് പോയി ജോലി കണ്ടുപിടിച്ചോളാനാണ്. പിന്നെ ഇവർക്ക് പ്രയോറിറ്റി എപ്പോഴും ഇവരുടെ തന്നെ ആൾക്കാർക്ക് തന്നെ ആയിരിക്കുള്ളൂ. നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ മറ്റ് നാഷണാലിറ്റീനേക്കാളും കൂടുതൽ പ്രയോറിറ്റി അവരുടെ ആൾക്കാർക്കായിരിക്കുള്ളൂ. ഇപ്പം റിട്ടയർഡായി പോയേക്കുന്ന ആൾക്കാരൊക്കെ മുതൽ തിരിച്ച് വീണ്ടും ജോലിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആനുകൂല്യങ്ങളും കട്ടാവുന്നത് കൊണ്ട് പൈസയുടെ ആവശ്യം എല്ലാവർക്കും ഉണ്ടാവുകയാണ്. അപ്പം റിട്ടയർഡായി ജോലിയിൽ നിന്ന് വിരമിച്ചവരൊക്കെ തിരിച്ച് ഇതേ പൊസിഷനിലേക്ക് കയറുമ്പം പുറത്തുനിന്ന് വന്നവർ പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമുക്ക് ജോലി കിട്ടും, പിന്നെ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ജോലി തെറിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ ചിലവർ കടന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഫ്രണ്ട്സും നമ്മളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിരുന്നു, കോൺട്രാക്ട് റിന്യൂ ചെയ്യാനായിട്ട് അവർ ചെയ്യുന്നില്ല, എന്താ പറയുക, ചെയ്യണത് തന്നെ 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് അങ്ങനെയൊക്കെ തരാണ്. അപ്പോൾ അത് അവർക്കുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെറിയ ചെറിയ കോൺട്രാക്റ്റുകളൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഒരു നേഴ്സിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റണേ, നമുക്ക് നേരിട്ട് വന്ന് ഇവിടുന്ന് നമ്മുടെ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നേഴ്സിംഗ് ലൈസൻസ് വെച്ചിട്ട് ഇവിടെ നേരിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് പലർക്കും അറിയേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം, നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ് ഇത്രയും ഉണ്ടാവണം. നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസിയിൽ കൊടുക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 1 ഇയർ എങ്കിലും മിനിമം വർക്ക് എക്സ്പീരിയൻസ് വേണം. പിന്നെ അവർ നമ്മൾക്ക് ലാംഗ്വേജ് ട്രെയിനിങ് തരും, അത് പഠിക്കാനുള്ള താല്പര്യം, അത് പഠിച്ചെടുക്കാൻ പാസ്സാവുകയും വേണം. അത് ഏറ്റവും മുതൽ B1 വരെയുള്ള ഫിന്നിഷ് ലാംഗ്വേജ് പാസ്സാവണം, അത് കമ്പൽസറി ആണ്. പിന്നെ പലവരും നമ്മളുടെ അടുത്ത് ലാംഗ്വേജ് വേണ്ട, അത് വേണ്ട, പൈസ മാത്രം മതി എന്നൊക്കെ പറഞ്ഞാലും അത് ജെനുവിൻ ആയിരിക്കണം എന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് ഫ്രീ ലാംഗ്വേജ് ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് എല്ലാവർക്കും റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്, എല്ലാവരെയും കൊണ്ടുവരുന്നത്. പൈസ വാങ്ങിച്ചിട്ടേ ചിലവരൊക്കെ കൊണ്ടുവന്നവരൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ ഈ ലാംഗ്വേജ് പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരണത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. നമ്മൾ കെയർ അസിസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്കൊരു 2300 സാലറിയിൽ നമുക്ക് സാലറി സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്ക് ഈ ഇപ്പം 2 വർഷത്തെ കോൺട്രാക്റ്റ് ഉള്ളവരുണ്ടാവും, ചിലർക്ക് 1 ഇയർ ഉണ്ടാവും, ചിലർക്ക് 3 വർഷത്തെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ ടൈമിൽ നമുക്ക് 2300 സാലറി ഉണ്ടാവും. അതിനിടയിൽ നമ്മൾ ഇവിടുത്തെ പ്രാക്ടിക്കൽ നഴ്സിംഗ് പഠിച്ചെടുക്കേണ്ടി വരും. അപ്പം സാധാരണഗതിയിൽ പ്രാക്ടിക്കൽ നേഴ്സ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് നേഴ്സും പ്രാക്ടിക്കൽ നേഴ്സും രണ്ടാണ്. പ്രാക്ടിക്കൽ നേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഹെൽത്ത് കെയർ വർക്കറാണ്. അപ്പം അവർക്ക് കൂടുതലും കെയർ ഹോമുകളിലും അതുപോലെ തന്നെ എന്താ പറയുക ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുക, സ്പെഷ്യൽ കാറ്റഗറിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകം വേറെ പഠിച്ച ആൾക്കാർക്കൊക്കെ അവിടെയും വർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മെഡിസിൻ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു ബ്രിഡ്ജിങ് പ്രോഗ്രാമിലൂടെയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ 3 വർഷത്തെ കോഴ്സാണ് ഈ പ്രാക്ടിക്കൽ നേഴ്സിംഗ്. ഇത് നേഴ്സസിന് അത് 1 മാസം കൊണ്ട് അല്ല 1 വർഷം കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില സ്കൂളുകാർ അത് 2 വർഷമൊക്കെ ചെയ്യിപ്പിക്കണവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ 8 മാസം കൊണ്ടാണ് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ബ്രിഡ്ജിങ് പ്രോഗ്രാം എന്താ പറയുക, നമുക്ക് ഓൺലൈനായിട്ട് ചിലവർക്ക് പഠിപ്പിക്കുന്നുണ്ട്, ചിലവർക്ക് ഓഫ്ലൈനായിട്ട് പോയി പഠിക്കുന്നവരുണ്ട്. സ്റ്റൈഫൻറ്റും കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടും. പിന്നെ ഈ ബ്രിഡ്ജിങ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പം വാൽവേറ രജിസ്ട്രേഷനാണ് ഇവിടുത്തെ നേഴ്സിങ്ങിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വാൽവേറ എന്നാണ് പേര്. അവിടെ അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഫിനിഷിലാണ് നമ്മൾ ഈ പ്രാക്ടിക്കൽ നേഴ്സിംഗ് പഠിച്ചതെന്നുണ്ടെങ്കിൽ അവർ ഫിനിഷിൽ നമ്മൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് മതിയാവും, UK ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ അത് ഇംഗ്ലീഷിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവരൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ UK ടെസ്റ്റ് പാസ്സാവണം, അത് കുറച്ച് ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ അത് പാസ്സായി ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്താൽ മാത്രമാണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെഡിസിൻ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അത് 5 വർഷത്തേക്കുള്ള ഒരു ലൈസൻസ് ആണ്. അത് നമ്മൾ വർക്കിംഗ് പ്ലേസിൽ മാത്രമാണ് നമുക്കത് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രാക്ടിക്കലും തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് ഫിനിഷിലായിരിക്കും. അത് നമ്മൾ അവരുടെ സൂപ്പർവിഷനിലായിരിക്കും അത് ചെയ്ത് നമ്മൾ എക്സാം എഴുതുന്നതും പഠനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് വർക്കിംഗ് പ്ലേസിൽ നിന്ന് നമുക്ക് തരുന്നതാണ്. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു തിയറിയൊക്കെ തരുമെങ്കിലും ഇതാണ് മെയിനായിട്ടുള്ള ലൈസൻസ്, മെഡിസിൻ ലൈസൻസ് എന്ന് പറയുന്നത്. നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ടായിരിക്കുമല്ലോ നാട്ടിലൊക്കെ വർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ വരുമ്പോൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കൽ നേഴ്സിംഗ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കോഴ്സും കൂടി യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഫ്രീ ആയിട്ടൊക്കെ പഠിക്കാനൊക്കെ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം അത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സിങ്ങിൻ്റെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആക്കാനൊക്കെ പറ്റും. അപ്പം അതിന് നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും.
അപ്പോൾ ആ സമയത്ത് നമുക്ക് ജോലിക്ക് പോകാനൊന്നും ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ഈ രജിസ്റ്റേർഡ് നഴ്സിങ്ങിൻ്റെ കോഴ്സൊക്കെ. അപ്പം രജിസ്റ്റേർഡ് നഴ്സ് പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയും നമുക്കിവിടെ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മുന്നേ വന്ന നമ്മളെ കൊണ്ടുവന്ന ഏജൻസികളൊക്കെയാണ് ബെറോണ ഹെൽത്ത് കെയർ, പിന്നെ അതുപോലെ തന്നെ സിൽക്ക് റോഡ്, നഴ്സ് ഫൈൻഡർ, ഇവരൊക്കെയാണ് മുന്നേ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവരാരും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെയും പേര് ഊന്നി ഞാൻ പറയണില്ല, ആരെയും റെക്കമെൻഡ് ചെയ്യണമില്ല. ഈ ഫിൻലൻഡിലുള്ള കുറച്ച് റിക്രൂട്ടിംഗ് കമ്പനികളുണ്ട് നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. നോഡിയാക് നൈറ്റിംഗൽ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി, അതുപോലെ തന്നെ ബെറോണ ഹെൽത്ത് കെയർ. ഇത്രയും ഏജൻസികളുടെ ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ എൻക്വയറി ചെയ്യുക റിക്രൂട്ടിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഒരു ഏജൻസിനെയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങനെ പറയാനുള്ളൊരു കാരണം, എൻ്റെ ഒരു അറിവിൽ 2023 പകുതി ആയതിനു ശേഷം ഇതുവരെ ഒരു റിക്രൂട്ട്മെൻറ്റ് കാര്യമായിട്ട് നടന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫിൻലൻഡിൽ വന്നേ പറ്റൂ, അങ്ങനെ ഒരു ഡ്രീം കൺട്രി ആണിത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സജഷനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പ് അപ്പ് പ്രോഗ്രാം ചെയ്യാം നേഴ്സിങ്ങിൻ്റെ. അപ്പം നമുക്ക് നമ്മുടെ എന്താ പറയുക നേഴ്സിംഗ് ഇവിടെ അംഗീകരിക്കില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പ് അപ്പ് പ്രോഗ്രാം ചെയ്യുന്ന ഹെൽത്ത് കെയറിലൊരു ടോപ്പ് അപ്പ് പ്രോഗ്രാം ചെയ്താലാണ് നമുക്ക് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ടും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വാൽവേറ രജിസ്ട്രേഷനൊക്കെ അപ്ലൈ ചെയ്ത് വാൽവേറ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാനായിട്ട് പറ്റും. അതിന് നമ്മൾ ഫീസ് അടയ്ക്കണം. ഒരു 12 ലക്ഷം രൂപയോളം ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ 1.5 വർഷത്തെ കോഴ്സാണ്. അപ്പം ഇത് നമ്മൾക്ക് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ നഴ്സസ് പല രാജ്യങ്ങളിൽ നിന്നും വരുന്നവരുണ്ട്. ഇതിനൊരു റിസ്ക് എന്ന് പറയാനായിട്ടുള്ളത്, നമുക്ക് ജോലി ആരും നമ്മളുടെ അടുത്ത് ഷുവറായിട്ട് പറയത്തില്ല, നമ്മൾ തന്നെ ജോലി കണ്ടുപിടിക്കണം. സ്റ്റുഡൻ്റായിട്ട് വന്ന് നമ്മൾ സ്റ്റുഡൻ്റായിട്ട് ജോലി കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ടോപ്പ് പ്രോഗ്രാമിലൂടെ നമ്മൾ നേഴ്സസായിട്ട് വരണവർ അവരുടെ ഫാമിലീനൊക്കെ കൊണ്ടുവരണവരുണ്ട്. നമുക്ക് ഫാമിലി വിസയോടുകൂടിയാണ് അവർ വരണത്. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ എക്സ്പെൻസ് എല്ലാം കാണിച്ചിട്ടാണ് അവർ ഫാമിലീനെ കൊണ്ടുവരുന്നതും. പക്ഷേ ജോലി കിട്ടാൻ നല്ല താമസം എടുക്കും. നമുക്ക് ലാംഗ്വേജ് വേണം അത്യാവശ്യം. നിങ്ങൾക്കൊരു കയ്യിൽ നല്ല പൈസ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലൊരു സാഹചര്യം. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെയ്തത്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്.